അതിനാണെങ്കിൽ അയാൾക്ക് നേരിട്ട് വന്നാ പോരെ. ഇത് വേറൊരാൾ വന്ന് വെറുതെ ബിൽഡപ്പ് ഒക്കെ കൊടുക്കുന്നു. സംസാരിച്ച് വെറുതെ സമയം കളയുന്നതാണ് നിന്റെ ഏറ്റവും വലിയ വിനോദം. മര്യാദയ്ക്ക് താഴെ ഇറങ്ങ്. എനിക്ക് നിന്നെ കൊണ്ട് ഒരുപാട് ജോലി ചെയ്യിക്കേണ്ടതായിട്ടുണ്ട്. നീ അവിടെ കയറി ഇരുന്നാൽ എന്നെ സഹായിക്കുന്ന ആരാ? ഒരുപക്ഷെ ചന്ദ്രൻ സിനിയുടെ ഫ്രണ്ട് ആയിരുന്നെങ്കിൽ ആ ചന്ദ്രന്റെ അവസ്ഥ എന്തായിരിക്കും? തളെ ചിന്തിക്കാൻ വയ്യ. ചന്ദ്രനല്ല വേറെ ആരായിരുന്നാലും സിനി വായടപ്പിക്കും. നമ്മളിപ്പോൾ മുത്ത് എവിടെയുണ്ടെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അത് എവിടെയുണ്ടെന്ന് ആരാ പറയാൻ പോകുന്നത്? ചെവിയാ അനങ്ങാതെ നിക്കണേ. നിന്റെ പുറകിലൊരു വലിയ രൂപം. അത് വേറെ ആരുമല്ല, എന്റെ അടുത്തൊരു കുട്ടി ആന ഇരിക്കുന്നില്ലേ, അതിനെ സംരക്ഷിക്കാൻ വന്ന വലിയ ആനയായിരിക്കും. അതിനെ നമുക്ക് അനുനയിപ്പിച്ച് പറഞ്ഞു വിടാമേ. നീ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് സംസാരിക്കേ. നിന്റെ പുറകെ നിൽക്കുന്നത് കോബ്രയാ. എന്തോന്ന് സിനി, അത് കോബ്ര ആയിരിക്കില്ല, സീബ്ര ആയിരിക്കില്ല തന്നെ അണ്ണ. ശാസ്താവേ, എന്നെ കണ്ടാരും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട വിവരം തരാനാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങൾ മുത്തന്വേഷിച്ചല്ലേ വന്നിരിക്കുന്നത്? പക്ഷെ ഇത്തവണ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഭാവി പറയുന്ന ഒരു മന്ത്രവാദിയെ കണ്ടെത്തും. അതിനനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കണോ? ശരി. മാലിനി നദിയിൽ കണ്ണാടി നോക്കും മോളെ, സിനി മോളെ. ഒരു നല്ല വാർത്തയുണ്ട്. ഇത്തവണ നമ്മൾ പെറ്റ്പാൽസിനെ തടഞ്ഞാൽ മതി. അതല്ലേ ഇതുവരെ ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്നു. അവരെ തടയാൻ ഒരു പുതിയ എതിരാളി ആവശ്യമാണ്. നമുക്ക് അവന്റെ അടുത്തേക്ക് പോവാം. വാ.